എല്ലാവർക്കും നമസ്കാരം. വൈക്കത്ത് വടക്കുപുറത്തുപാട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. 3-ാം ദിവസത്തെ കുറച്ച് ചടങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അന്ന് ദീപാരാധനയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് അന്ന് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് സന്ധ്യയ്ക്ക് ശേഷം അങ്ങനെ നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാനും അദ്ദേഹവും കൂടെ സന്ധ്യയ്ക്ക് ശേഷമുള്ള ചടങ്ങുകൾ കണ്ടു തൊഴുന്നതിനായി പോയിരുന്നു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വടക്കുപുറത്തുപാട്ടിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഓരോ 4 ഘട്ടങ്ങളായിട്ടാണ് ഈ കളമെഴുത്ത് നടക്കുന്നത്. ആദ്യത്തെ 4 ദിവസം ദേവിക്ക് 8 കൈകളാണ്. വീണ്ടും അടുത്ത 4 ദിവസം 16 കൈകൾ. അതിനുശേഷം വരുന്ന 3 ദിവസം 32 കൈകൾ. അതിനുശേഷം അവസാന ദിവസം 64 കൈകളാണ് ഈ കളമെഴുത്തിൽ ഭദ്രകാളി രൂപം ആലേഖനം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് 16 കൈകളുള്ള ദേവീരൂപം കണ്ടുവന്നിരിക്കുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിലെ ദീപാരാധനയ്ക്ക് ശേഷം തിരിയൊഴിച്ചിലും മറ്റു പൂജകളുമൊക്കെ കഴിഞ്ഞ് രാത്രി 8 മണിയോടെ കൊടുങ്ങല്ലൂരമ്മ ക്ഷേത്രത്തിൻ്റെ പുറത്ത് വടക്ക് ഭാഗത്തുള്ള കൊച്ചാലുംചൂട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ എത്തി തിടമ്പരക്കി അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കുത്തുവിളക്കുകളുടെയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടെ ക്ഷേത്ര മതിൽക്കെട്ടിലേക്ക് ഭഗവതി എത്തുമ്പോൾ ശ്രീ പരമേശ്വരൻ നേരിട്ട് എഴുന്നള്ളി വന്ന് ദേവിയെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. രാത്രി 9:30-യോടെയാണ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് ദേവി പ്രവേശിക്കുന്നത്. ആ നാട്ടിലെയും ഏത് ഭക്തജനങ്ങൾക്കും സ്ത്രീകൾക്ക് കുത്തുവിളക്ക് ഏന്തി ദേവിയെ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ധാരാളം സ്ത്രീകൾ അവിടെ ഒട്ടൊരു ഭയത്തോടെയാണല്ലോ നാം എല്ലാം ഭദ്രകാളി സങ്കല്പത്തെക്കുറിച്ച് സ്മരിക്കാറ്. പക്ഷേ എന്നിരുന്നാലും ഏതൊരു ദേവീ സങ്കല്പത്തിലും മാതൃഭാവമാണ് മുന്നിട്ട് നിൽക്കുക. തെറ്റ് ചെയ്യുമ്പോൾ തൻ്റെ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്മ തന്നെയാണ് ദേവി മഹാമായ. തിന്മയ്ക്കെതിരെയാണ് ദേവി എപ്പോഴും പോരാടുക. എത്ര ദൂരത്തിരുന്നാലും വരാലും പാട്ടും പോലെ തൻ്റെ പ്രജകളെ തൻ്റെ കൺകോണുകളുടെ ചലനത്തിലൂടെ സംരക്ഷിച്ചു പോരുന്ന ദേവി മഹാമായ. അതുപോലെ തന്നെ ഭാരതത്തിലെ സ്ത്രീ സങ്കല്പം, സ്ത്രീക്ക് എത്ര ഉദാത്തമായ സ്ഥാനമാണ് പണ്ട് വേദകാലഘട്ടം തൊട്ടേ കൊടുത്തിരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് തൻ്റെ ആലയത്തിൽ എത്തിയ ദേവി മഹാമായയെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ശ്രീ പരമേശ്വരൻ നേരിട്ടെഴുന്നള്ളി സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ചടങ്ങ്. കുത്തുവിളക്കേന്തിയ വനിതകളുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ ശ്രീ മഹാദേവരെയും കൊടുങ്ങല്ലൂരമ്മയെയും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ സ്വീകരിച്ച് ആനയിച്ച് പ്രദക്ഷിണം ചെയ്യുന്നു.
കൊടുങ്ങല്ലൂരമ്മയുടെ ദേവീ ചൈതന്യം കളത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി കുത്തുവിളക്കേന്തിയ വനിതകൾ തങ്ങളുടെ കയ്യിലെ കുത്തുവിളക്കുകൾ ആ കളത്തിന് ചുറ്റുമായി കൊണ്ടുവന്ന് ഭക്തിപൂർവ്വം വെക്കും. ദേവിയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്വീകരിച്ചാനയിച്ചതിന് ശേഷം ശ്രീ മഹാദേവൻ ശ്രീകോവിലിനുള്ളിലേക്ക് മടങ്ങിപ്പോകുന്നു. ശേഷം കൊടുങ്ങല്ലൂരമ്മ കളത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ആവാഹിച്ച തിടമ്പ് കളത്തിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കളം പൂജ ചെയ്യുന്നു. കളം പൂജയ്ക്ക് ശേഷമാണ് കളമെഴുത്തുപാട്ട് അഥവാ വടക്കുപുറത്തുപാട്ട്. ഈ വടക്കുപുറത്തുപാട്ടിൽ ദേവി സ്വരൂപത്തെ ഭക്തി ആദരപൂർവ്വം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഭക്തിപൂർവ്വം അത് ഏറ്റുചൊല്ലുകയും ചെയ്യുന്നുണ്ട്. നാരദ മഹർഷിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന നന്ദുണി എന്ന വാദ്യോപകരണമാണ് കളമെഴുത്തുപാട്ടിനായി ഉപയോഗിക്കുക. ദേവി സ്വരൂപ വർണ്ണനയ്ക്ക് ശേഷം ആരതി ഒഴിയുന്നു. അതിനുശേഷം കളം മായ്ക്കലെന്ന ചടങ്ങാണ്. അതാത് ദിവസത്തെ കളങ്ങൾ ആ ദേവി സ്വരൂപം രാത്രി 12 മണിയോടെ മായ്ക്കുന്ന ചടങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 5 വർണ്ണങ്ങളാണ് ഉപയോഗിക്കുക. ഈ 5 വർണ്ണങ്ങളിലുള്ള ഈ പൊടി ഈ കളം മായ്ച്ചതിന് ശേഷം നമുക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്നു. ഇനി വരുന്ന 3 ദിവസങ്ങളിൽ 32 കൈകളുള്ള ദേവീരൂപമാണ്, പീഠത്തിലിരിക്കുന്ന ദേവീരൂപമാണ് നമുക്ക് ദർശിക്കാനാവുക. അതിനുശേഷം അവസാന ദിവസം ഏപ്രിൽ 13-ന് 64 കൈകളുള്ള ദേവീരൂപം നമുക്ക് ദർശിക്കാനാവും. അതുപോലെ തന്നെ മാർച്ച് 17-ന് ആരംഭിച്ച കോടി അർച്ചനയും ഏപ്രിൽ 13-ന് അവസാനിക്കുന്നതാണ്.